ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്താണ്? കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര. ഉത്തരം പച്ചക്കുതിര. രണ്ടാമത്തെ ചോദ്യം, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ്? അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ പ്രതിദിന വേതനം എത്രയാണ്? ഉത്തരം 333 രൂപ. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം പാളയം, തിരുവനന്തപുരം. നാലാമത്തെ ചോദ്യം, ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഏതാണ്? ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ ഫോസ്കോസ്. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആരാണ്? കേരളത്തിലെ ആദ്യ വനിതാ ട്രാൻസ്ജെൻഡർ അഭിഭാഷക. ഉത്തരം പത്മാലക്ഷ്മി. ആറാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ആരാണ്? കേരളത്തിൽ ആദ്യമായി സ്രാങ്ക് ലൈസൻസ് നേടിയ വനിത ആരാണ്? ഉത്തരം എസ് സന്ധ്യ. ഏഴാമത്തെ ചോദ്യം, കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? കേരള കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ ഓണററി ഡോക്ടറേറ്റ് നേടിയത് ആരാണ്? ഉത്തരം PT ഉഷ. എട്ടാമത്തെ ചോദ്യം, മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് ഏതാണ്? മലബാറിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് ഏത്? ഉത്തരം പയ്യന്നൂർ. ഒൻപതാമത്തെ ചോദ്യം, 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? 2023 ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഉത്തരം തിരുവനന്തപുരം. പത്താമത്തെ ചോദ്യം, സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം M ഷാജർ. 11ാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. 12ാമത്തെ ചോദ്യം, കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം മീനങ്ങാടി, വയനാട്. 13ാമത്തെ ചോദ്യം, കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് ഏതാണ്? കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ടു കാസർഗോഡ്. 14ാമത്തെ ചോദ്യം, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ എന്താണ്? വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ. ഉത്തരം കുതിച്ചു ചാടുന്ന ചീറ്റ. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ഏത്? ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ. ഉത്തരം കൊച്ചി വാട്ടർ മെട്രോ. 16ാമത്തെ ചോദ്യം, 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? 2023 ഗ്ലോബൽ ജീനോം ഇനീഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ്? ഉത്തരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 17ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏത്? ഉത്തരം എറണാകുളം. 18ാമത്തെ ചോദ്യം, 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 19ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശ നടപ്പാത ഏതാണ്? ഉത്തരം ശക്തൻ നഗർ, തൃശ്ശൂർ.
20ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻറ്റിലിവർ കണ്ണാടിപ്പാലം എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻറ്റിലിവർ കണ്ണാടിപ്പാലം എവിടെയാണ്? ഉത്തരം വാഗമൺ. 21ാമത്തെ ചോദ്യം, പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? പട്ടികജാതി വിഭാഗക്കാരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സമുന്നതി. 22ാമത്തെ ചോദ്യം, കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ്? കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏത്? ഉത്തരം ഓപ്പറേഷൻ ഇ സേവ. 23ാമത്തെ ചോദ്യം, കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതാണ്? കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏത്? ഉത്തരം ഓപ്പറേഷൻ സ്റ്റെപ്പിനി. 24ാമത്തെ ചോദ്യം, പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് കുടുംബശ്രീ ബാലസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം സജ്ജം പദ്ധതി. 25ാമത്തെ ചോദ്യം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ബീറ്റ്സ് പദ്ധതി. ഈ വീഡിയോയിൽ 25 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.